അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ പോളൻ്റെ റെസിപ്പി ആയിട്ടാണ്. പോള കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല, അത് പലതരത്തിലുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഷവർമ പോളയാണ് കേട്ടോ. റെസിപ്പി കണ്ടുനോക്കാം. ഞാനിപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് നിങ്ങൾ ഏത് സൈസിലുള്ള പോള റെഡിയാക്കുന്നോ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിലും കുറവ് ഗരം മസാല പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ ഞാൻ തഹീന പേസ്റ്റ് ഇല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഷവർമൻ്റെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. ആ ഒരു ഷവർമൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് വരും. കുറച്ച് വിനെഗർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് ഒന്നുമില്ല, ഫ്രൈ ആക്കി എടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാന് ചൂടാക്കിയെടുക്കലാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിത് സാധാ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കൂലേ അതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തഹീനി പേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ട് തന്നെയില്ലേ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ചിക്കൻ ഉണ്ടാകുക. എണ്ണയിൽ നിന്ന് തന്നെ അത് എന്താ പറയുക തവ വെച്ചിട്ട് മൊത്തത്തിൽ വിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. കാര്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മൾ ചെറിയ പീസാക്കിയിട്ടല്ലേ ചിക്കൻ വെച്ച് കൊടുത്തേ, ചിക്കന് കട്ടാക്കി എടുത്തേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ചിക്കന് മൊത്തത്തിൽ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. തഹീന പേസ്റ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ജീരകില്ലേ, ചെറിയ ജീരകം, ക്യുമിൻ സീഡ് അത് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ മസാലക്കൊത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ മയോണൈസ് റെഡിയാക്കലാണ്. അതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ഞാൻ 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കുക. ഇനി 2 മുട്ട, 1 or 2 മുട്ട ചേർത്ത് കൊടുക്കട്ടെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് അടിച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ അടിച്ചെടുക്കുക. ഉപ്പ് വെയ്യെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1/2 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം ഗോൾഡ് വിനറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. പിന്നെ മയോണൈസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്ന തന്നെയല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇതിലും കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ എന്താ പറയുക ക്യാബേജ് ചെറുതായിട്ട് കട്ടാക്കിയത് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കലാണ്. 1 കപ്പ് ക്യാബേജും 1/2 കപ്പ് ക്യാരറ്റും. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 ചെറിയ തക്കാളിയില്ലേ അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇനി 1 കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കക്കിരിയും പിന്നെന്താ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കലാണ്. പിന്നില്ലേ ഉള്ളി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ഞാൻ അധികം ഷവർമയിൽ ഇട്ട് കൊടുക്കലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കക്കിരി ആകുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചറായി പോകും, അതുകൊണ്ട് കക്കിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം മയോണൈസ് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു അളവിൽ 2 or 2.5 ടേബിൾ സ്പൂണോ മയോണൈസ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. കാര്യം പോള റെഡിയാക്കുമ്പം വെള്ളം കൂടുതൽ ഇറങ്ങി വരും കേട്ടോ. ഓൾറെഡി ഈ ക്യാബേജിലെല്ലാം കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ മയോണൈസിലും വെള്ളം കൂടുതൽ എന്താ പറയുക മയോണൈസും കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് എന്താ പറയുക പോള സെറ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് കുറച്ച് മാത്രം ടേസ്റ്റിന് മാത്രം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഒത്ത്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 പാക്കറ്റ് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല്, ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് സൈസിലുള്ള പോളയാണോ റെഡിയാക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡും പാലെല്ലാം കൂട്ടിയും കുറച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 or 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ, നല്ലോണം ഉടച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാ ഒന്ന് മൊത്തത്തിൽ മുട്ടയും പാലും ബ്രെഡും എല്ലാം മിക്സ് ആകുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കലാണ്. ഈ ഒരു ടൈമിൽ ഈ മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക്, റെഡ് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ ഒന്നുകൂടി എന്താ പറയുക ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് സൈഡെല്ലാം കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ബ്രെഡിൻ്റെ, പക്ഷേ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോള കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് പാത്രത്തിലാണോ പോള റെഡിയാക്കുന്നത് അതിലേക്കില്ലേ കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ലെയറായിട്ടില്ലേ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ മിക്സിയിലെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ നേരെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അപ്പം ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിനി. 2 കപ്പ് പാലും പിന്നെ 3 മുട്ടയും. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് എന്താ പറയുക എല്ലാ ഭാഗവും ലെവലാക്കി കൊടുക്കുക. എന്നിട്ടില്ലേ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുക്കുക. എന്താ പറയുക ജസ്റ്റ് ആ ഒരു മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്പൺ ആക്കുമ്പോൾ മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പം തീ ഓഫ് ചെയ്തിട്ടില്ലേ വീണ്ടും അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത് മയോണീസാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മയോണീസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഓവറായിട്ട് മയോണീസ് ഇട്ട് കൊടുക്കേണ്ട. കാര്യം കേക്ക് കട്ടാക്കുമ്പം നല്ലോണം ലൂസായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ അളവ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കുക. ഫില്ലിങ്ങിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിറച്ചും മയോണീസ് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇല്ലേ കേക്ക് സെറ്റായിട്ട് കിട്ടൂല. അപ്പം ഫില്ലിങ് ഇങ്ങനെ തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഫില്ലിങ്ങും കൂടി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കലാണ്. എല്ലാ ഭാഗവും ഒരുപോലെ നമ്മൾ കട്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ബാക്കി വന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സിയിൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കലാണ്. എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് വരുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കലാണ്. പിന്നെ ഞാൻ ആദ്യത്തെ ലെയർ ബ്രെഡ് ഇട്ട് കൊടുത്തേരം ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വന്ന ശേഷം ഒന്ന് ഫില്ലിങ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ മയോണീസും ഫില്ലിങ്ങും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് ബ്രെഡിൻ്റെ മിക്സും കൂടി വീണ്ടും ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് ഞാൻ മയോണീസ് തന്നെയാണ് ഒന്ന് എന്താ പറയുക ഒരു 2 ടേബിൾ സ്പൂൺ, അധികമായിട്ടൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ആ മയോണീസും കൂടി ഞാൻ മൊത്തത്തിൽ ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ മൊത്തത്തിൽ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കലാണ്. പിന്നെന്താ ഞാൻ പറഞ്ഞ പോലെ അധികം മയോണീസ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മളിത് ചൂടാക്കുമ്പം ലൂസായി പോവും. ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിനാലേ ഇതിന് മുകളിലായിട്ട് കുറച്ച് വെജീസും കൂടി നമ്മൾ ആ ഒരു മിക്സ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കട്ടാക്കി വെച്ച് മല്ലിയിലിട്ട് കൊടുക്കുക. റെഡ് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇപ്പം കാണുമ്പോൾ ശരിക്കും ഒരു പ്ലേറ്റ് ഷവർമ സെറ്റ് ചെയ്തതുപോലെ ഇല്ലേ. അപ്പം മുകൾ ഭാഗം ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റാക്കി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് കുക്കാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ അടിയിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു ലിഡിൻ്റെ ഹോളിലേക്കില്ലേ ടിഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറാമ്പോ ഒന്ന് വെച്ച് കൊടുക്കുന്നത്, അത് അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു പാനിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 30 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും. കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കലാണ്. മുകൾ ഭാഗം കൂടി കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയിലേക്ക് കാണാൻ വേണ്ടിക്ക് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമെല്ലാം സെർവ് ചെയ്യാനും ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ കുട്ടികൾ സ്കൂളിലിട്ടിട്ട് വന്നതിനാലും എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് നല്ലോണം തണിഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെയാണ് കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇതിലേ കട്ടാക്കി എടുക്കുമ്പോൾ എൻ്റെ കൈ നല്ലോണം പൊള്ളുന്നുണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വേഗം വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഷവർമെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.